സർവശക്തനാൽ അനുഗ്രഹീതരായ ഷാലോം ടി വി പ്രേക്ഷകരെ, മിശിഹായിൽ അനുഗ്രഹീതരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കുടുംബാംഗവും അപ്പസ്തോലനും അസാധ്യകാര്യങ്ങളിൽ മധ്യസ്ഥനുമായ വിശുദ്ധ യൂദാ തദേവുസിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ, ഈ ധന്യമുഹൂർത്തത്തിൽ സർവശക്തനായ കർത്താവ് നിങ്ങളെല്ലാവരെയും വിശുദ്ധ യൂദാ തദേവുസിൻ്റെ ചൈതന്യം കൊണ്ട്, പരിശുദ്ധാത്മാ ശക്തി കൊണ്ട് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം വിശുദ്ധ യൂദാ തദേവുസിനെ കുറിച്ച് രണ്ട് പ്രത്യേക കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്ന്, വിശുദ്ധ യൂദാ തദേവുസിൻ്റെ രക്തസാക്ഷിത്വം. രണ്ട്, യൂദാ തദേവുസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ഇവ രണ്ടും പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഈ ഒക്ടോബർ മാസത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒക്ടോബർ മാസം കത്തോലിക്ക സഭയിൽ ഒരു പുണ്യമാസമാണ്. അതിന് കാരണം, ഈ ഒക്ടോബർ മാസത്തെ സഭ ജപമാല മാസമായിട്ട് ആചരിക്കുകയാണ്. ഈ മാസത്തിലൂടെ സഭാതനേരെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളിലൂടെ ഒരു തീർത്ഥാടനം നടത്തി കർത്താവിലേക്ക് കൂടുതൽ കൂടുതൽ പരിശുദ്ധ അമ്മയിലൂടെ അടുപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് തിരുസഭ. മറ്റൊന്ന്, കത്തോലിക്ക സഭയിലെ പ്രധാനപ്പെട്ട പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും തിരുനാളുകൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഒക്ടോബർ മാസത്തിലാണ് നടത്തുന്നത്. 1-ാം തീയതി തന്നെ വേദപ്രചാര മധ്യസ്ഥയും വേദപാരംഗതയുമായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. 4-ാം തീയതി രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ. 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 11-ാം തീയതി വത്തിക്കാൻ സൂനഹദോസിൻ്റെ സൂത്രധാരകനും വത്തിക്കാൻ സൂനഹദോസിൻ്റെ തുടക്കക്കാരനുമായ വിശുദ്ധ ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 15-ാം തീയതി വേദപാരംഗതയായ കർമ്മലീത്ത സഭയെ നവീകരിച്ച മാഹി അമ്മ എന്ന് വിളിക്കപ്പെടുന്ന ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 18-ാം തീയതി സുവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ ആഘോഷിക്കുന്നു. 22-ാം തീയതി വിശ്വവിഖ്യാതി പ്രാപിച്ച നമ്മുടെ കേരളത്തിലെ 1986 ജാനുവരിയിൽ 4 പട്ടണങ്ങൾ സന്ദർശിച്ച, അതായത് തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, ഇവിടങ്ങൾ വന്ന് സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത സഞ്ചരിക്കുന്ന പാപ്പ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്നു.
28-ാം തീയതിയായ ഇന്ന് രക്തസാക്ഷി അസാധ്യകാരുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യൂദാ തദേവസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അങ്ങനെ മേൽ വിവരിച്ച 2 കാരണങ്ങളാൽ സഭയിൽ ഒക്ടോബർ മാസം ഒരു പുണ്യമാസമായിട്ട് മാറുന്നു. ആദ്യമായിട്ട് നമ്മൾ വിശുദ്ധ യൂദാ തദേവസിൻ്റെ രക്തസാക്ഷ്യത്തെപ്പറ്റി ചിന്തിക്കാം. ആദിമ ക്രൈസ്തവ സഭ വിശ്വാസികളുടെ രക്തത്തിൽ കുതിർത്ത സഭയാണ്. അപ്പോസ്തലന്മാരുടെ രക്തമാണ് അടിസ്ഥാനം. AD 66 പേർഷ്യയിൽ വെച്ച് വിശുദ്ധ യൂദാ ഒരു മരത്തിൽ പിടിച്ചു കെട്ടി ഒരു ദണ്ഡുകൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം ഒരു മഴ കൊണ്ട് കഴുത്തറുത്തു കൊന്നു എന്നാണ് സഭാചരിത്രത്തിൽ പറയുന്നത്. 3-ാം നൂറ്റാണ്ട് വരെ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു പരമ്പരയായിരുന്നു. AD 313 മിലാൻ വിളംബരത്തിലൂടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകി. ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കാനും വളരാനും വളർത്താനും പടർത്താനും അധികാരം നൽകി. അങ്ങനെ സഭ വളർന്ന് പന്തലിച്ച് ലോകം മുഴുവനും വ്യാപിച്ചു. എങ്കിലും ക്രൈസ്തവ സഭയിലെ രക്തസാക്ഷിത്വ അഭിഷേകം ഇന്നും തുടരുകയാണ്. അതിന് ഒരു ഉദാഹരണത്തോടുകൂടി ഞാൻ ആരംഭിക്കട്ടെ. 2014 ബോംബെയിൽ വെച്ച് നാഷണൽ യൂക്കറിസ്റ്റിക് കോൺഗ്രസ് അഥവാ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുകയുണ്ടായി. ഇന്ത്യയിലെ ഓരോ രൂപതയിൽ നിന്നും 5 പ്രതിനിധികൾ വീതം സംബന്ധിക്കണമായിരുന്നു. കോഴിക്കോട് രൂപതയിൽ നിന്നും അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിനോടൊപ്പം 5 പേര് സംബന്ധിച്ചു. അന്ന് ഒറീസയിൽ നിന്നും വന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യം അഭിമന്യ പിതാവ് ഞങ്ങളുടെ വൈദിക കൂട്ടായ്മയിൽ പറയുകയുണ്ടായി. ആ സ്ത്രീ ഇപ്രകാരമാണ് സഭയെ അഭിസംബോധന ചെയ്തത്. അഭിമന്യ അത്യുന്നത കർദിനാൾമാരെ, അഭിമന്യ മെത്രാന്മാരെ, വന്യ വൈദികരെ, അൽമായ നേതാക്കന്മാരെ, എൻ്റെ ഭർത്താവിനെ എൻ്റെയും എൻ്റെ മക്കളുടെയും മുമ്പിൽ വെച്ച് മതവർഗീയ ഭീകരർ അതിക്രൂരമായി മർദ്ദിക്കുകയും അവസാനം വധിക്കുകയും ചെയ്തു. കാരണം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതാണ്. ഓരോ മർദ്ദനം ഏൽക്കുമ്പോഴും എൻ്റെ ഭർത്താവ് ഉച്ചത്തിൽ പറയുമായിരുന്നു, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന്. എൻ്റെ പിതാക്കന്മാരെ, നിങ്ങളെനിക്ക് വാഗ്ദാനം ചെയ്ത വീടിനും എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും എല്ലാം ഞാൻ നന്ദി പറയുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഒന്ന് മാത്രം, വിശ്വാസത്തെ പ്രതി യേശുവിന് വേണ്ടി രക്തം ചൊരിഞ്ഞ് മരണമടഞ്ഞ എൻ്റെ ഭർത്താവിനെ സഭയിലെ രക്തസാക്ഷിയായി പ്രഖ്യാപിക്കണം. നോക്കണം പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് വേണ്ടി ധീരമായി മരണത്തെ ഏറ്റുവാങ്ങിയ ഒരു സാധാരണക്കാരൻ്റെ
മരണത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ കേട്ടത്. ഇതുപോലെ ലോകത്ത് പലയിടത്തും പീഡനങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ ത്യജിക്കുന്നവരുണ്ട്. കഴിഞ്ഞ വർഷം 21 ക്രിസ്തീയ യുവാക്കളെ സിറിയയിലെ ഭീകരർ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണാനിടയായി. ഈ 21 പേരെയും അവരുടെ കൈകൾ കെട്ടിക്കൊണ്ട് കടൽ തീരത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നിലായി 21 ആരാച്ചാരന്മാരും. അവരെ മുട്ടുകുത്തി നിർത്തി അതിനുശേഷം കമഴ്ത്തിക്കിടത്തി തലമുടിക്ക് പിടിച്ച് വലിച്ച് കഴുത്തുയർത്തി അതിനുശേഷം വാളുകൊണ്ട് കഴുത്തറുത്ത് കൊല്ലുകയാണ്. ആ അവസരത്തിലും ആ 21 ചെറുപ്പക്കാർ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയായിരുന്നു. രക്തം ഒരു ചോരപ്പുഴയായിട്ട് കടലിലേക്ക് നീങ്ങിയ ആ സംഭവം വളരെ കഠിനമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ കാഴ്ച എന്നെ ശ്രവിക്കുന്ന നിങ്ങളിൽ പലരും വീഡിയോ ക്ലിപ്പിലൂടെ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഈ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ചിന്ത വിശുദ്ധ യൂദാ തദ്ദേശിലേക്ക് നീങ്ങി. 2000 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ AD 66 വിശുദ്ധ യൂദാ തദ്ദേശ് രക്തം ചിന്തി വീണ അതേ മണ്ണിൽ തന്നെയാണ് ഈ 21 പേരും വീണത്. അന്ന് പേർഷ്യ, ഇന്നത്തെ സിറിയ. ആ സിറിയയിൽ ഇതാ 21 പേരുടെ രക്തം വീഴുകയുണ്ടായി. ഈ 21 പേർക്കും ശക്തി നൽകിയത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ പരിശുദ്ധാത്മാവ് ഈ 21 പേരിലും പ്രവേശിച്ച് അവർക്ക് ശക്തി നൽകുകയാണ്. യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. അപ്രകാരം അവർ പ്രവർത്തിച്ചു. അവർ യേശുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞു. പ്രിയമുള്ളവരെ, ഇതുപോലെ ഈ ശക്തി ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് നമ്മിൽ. നമ്മളും യേശു ക്രിസ്തുവിന് വേണ്ടി വിശ്വാസം പ്രഖ്യാപിക്കുക. പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാൽ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് യേശുവിനെ പ്രഘോഷിക്കുക. നിത്യജീവിതത്തിലേക്ക് നയിക്കപ്പെടുക. നമുക്കിനി രണ്ടാമത്തേതായിട്ട് വിശുദ്ധ യൂദാ തദ്ദേശിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കാം. വിശുദ്ധൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെപ്പറ്റി ആധികാരികമായി ഗ്രന്ഥങ്ങളില്ലെങ്കിലും വിശ്വാസയോഗ്യമായ പാരമ്പര്യമാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 സ്രോതസ്സുകളുണ്ട്. ഒന്ന്, എവ്സേബിയുസിൻ്റെ സഭാചരിത്രം. 2, വിവിധ സഭാപിതാക്കന്മാരുടെ സാക്ഷ്യം. 3, സ്ലീഹന്മാരുടെ സഹന സമരം എന്ന അപ്രമാണിക ഗ്രന്ഥം. ഇവയുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ യൂദാ തദ്ദേശ് പാലസ്തീന, എദേസ്സെ, മെസപ്പൊട്ടോമിയ എന്നിവിടങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പാലസ്തീനയിൽ വിശുദ്ധ പത്രോസിനോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ വിശുദ്ധ യൂദാ തദ്ദേശിന് വലിയൊരു ബോധ്യം വന്നു. അതായത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ബലഹീനരായ തങ്ങളിലൂടെ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പേർഷ്യയിലെ എദേസ്സയിലേക്ക് പോകണം. ഈ ബോധ്യമാണ് അദ്ദേഹത്തെ എദേസ്സയിലേക്ക് നയിച്ചത്. ഈ ബോധ്യമാണ് വിശുദ്ധ യൂദാ തദ്ദേശിനെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടാൻ കാരണവും. പേർഷ്യയിലെ മിഷനെക്കുറിച്ച്
വിശുദ്ധ ജെറോമിൻ്റെ ലേഖനത്തിൽ എൗസേബിയൂസിൻ്റെ സഭാചരിത്രത്തിലും പറയുന്ന ഒരു ഐതിഹ്യമുണ്ട്. എദേസ്യയിലെ രാജാവ് അബ്ഗാരി കുഷ്ഠരോഗം പിടിപെട്ടു, കിടപ്പിലായി. ആ അവസരത്തിലാണ് അദ്ദേഹം യേശുവിനെക്കുറിച്ച് കേൾക്കാനിടയായത്. പാലസ്തീന തെരുവീഥികളിൽ ചെകിടന് കേൾവിയും ഊമന് സംഭാഷണ ശക്തിയും കുരുടന് കാഴ്ചയും കുഷ്ഠരോഗികൾക്ക് സൗഖ്യവും നൽകുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹം കേൾക്കാനിടയായി. ഉടനെ രാജാവ് ഒരു ഭൃത്യനെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ഈ ഭൃത്യൻ ജെറൂസലേമിലെത്തിയപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സമയമായിരുന്നു. യേശുവിൻ്റെ തിരുമുഖം പതിഞ്ഞ കച്ചയുമായി എദേസ്യയിലേക്ക് പോകുവാൻ വിശുദ്ധ യൂദായ്ക്ക് ദൗത്യം നൽകി. ഉത്ഥാനത്തിന് ശേഷം യേശുവിൻ്റെ തിരുമുഖത്തിൻ്റെ കച്ചയുമായി എദേസ്യയിൽ വിശുദ്ധ യൂദ എത്തുകയാണ്. തിരുമുഖത്തിൻ്റെ കച്ച കൊണ്ട് രാജാവിനെ അദ്ദേഹം സുഖപ്പെടുത്തുന്നു. അതിനുശേഷം 10 വർഷം അവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി. ഈ അവസരത്തിലാണ് അദ്ദേഹത്തെ ആദ്യത്തെ സൂനഹദോസ് ജെറൂസലേമിൽ വെച്ച് വിളിച്ചു കൂട്ടിയത്. സൂനഹദോസിൽ സംബന്ധിച്ച ശേഷം വീണ്ടും അദ്ദേഹം പേർഷ്യയിലെത്തി. ശ്ലീഹന്മാരുടെ പീഠാസഹനം എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ AD 66 വിശുദ്ധൻ രക്തസാക്ഷിയായി. സഭ ഇന്ന് വിശുദ്ധ യൂദാ തദേവുസിനെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ ആയി ആദരിക്കുകയാണ്. യൂദായുടെ പേരുള്ളതുകൊണ്ട് ഏകദേശം 15-ാം നൂറ്റാണ്ട് വരെ ഇദ്ദേഹത്തിന് അധികം പ്രശസ്തിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം പ്രശസ്തി ആർജിച്ച ഒരു വിശുദ്ധനായി മാറുകയാണ്, അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥനായിട്ട്. എൻ്റെ അനുഭവത്തിൽ ധാരാളം കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ഞാൻ ശ്രവിച്ചത്, എനിക്ക് തന്നെ അനുഭവം ഉണ്ടായത്. മറ്റുള്ളവരിൽ നിന്നും ഞാൻ ശ്രവിച്ചത് പറയാൻ ഇപ്പോൾ പറയുന്നില്ല. എൻ്റെ തന്നെ അനുഭവങ്ങൾ, പ്രത്യേകിച്ചും 2 അനുഭവം, അസാധ്യകാരന് മധ്യസ്ഥനാണ് എന്നുള്ള 2 അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ പ്രത്യേകത എനിക്ക് ലഭിച്ച, ഈ വിശുദ്ധനോടുള്ള പ്രത്യേകത എനിക്ക് ലഭിച്ചത്, ഞാൻ ചുണ്ടയിൽ 1986 വികാരിയായിരുന്ന അവസരത്തിലാണ്. അവിടെ 5 വർഷം വികാരിയായിരുന്ന അനുഭവം എനിക്ക് ഒത്തിരിയുണ്ട്. അതിൽ 2 എണ്ണം മാത്രം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 2008 എനിക്ക് ഇൻ്റർനാഷണൽ കോൺഫറൻസിന് പോളണ്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പോളണ്ടിലേക്ക് പോകുന്ന യാത്രയും അവിടുത്തെ താമസവും എല്ലാം ശരിയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു. ഞാൻ അതിനനുസരിച്ച് യാത്രയായി 2008 ഒക്ടോബർ 1-ാം തീയതി ഞാൻ പോളണ്ട് എയർപോർട്ടിലെത്തുകയാണ്. എനിക്ക് തന്നിരിക്കുന്ന അറിവനുസരിച്ച് എയർപോർട്ടിൽ ഹോട്ടലിൽ നിന്നും ഒരാൾ വരും എന്നെ കൊണ്ടുപോകാനായിട്ട്. യാതൊന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം എന്നെ ഹോട്ടലിൽ കൊണ്ടുപോകും. പിന്നെ എനിക്ക് ഈ കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉടനെ എയർപോർട്ടിൽ
ദൈവാനുഗ്രഹത്താൽ എനിക്ക് തന്നെ ആദ്യം എൻ്റെ ലഗേജ് എല്ലാം കിട്ടി. അതുകൊണ്ട് എനിക്ക് തന്നെ പുറത്തേക്ക് വരാൻ സാധിച്ചു. ഞാനിവിടെ നോക്കിയത് പുറത്ത് പ്ലക്കാർഡുമായിട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങളെയാണ്. ഞാൻ ആ പേരുകളെല്ലാം നോക്കുകയാണ്. എൻ്റെ പേര് കാണുന്നില്ല. ഞാൻ തോമസ് പനക്കൽ എവിടെയുണ്ടോ, തോമസ് പനക്കലുണ്ടോ എന്നുള്ള ഒരു ചോദ്യമായിട്ടാണ് ഞാൻ എല്ലാവരെയും നോക്കുന്നത്. പക്ഷേ ആ പ്ലക്കാർഡുകളിൽ മറ്റു പലരുടെയും പേരുണ്ട്, എൻ്റെതില്ല. ഞാൻ ആകെ വിഷമിച്ചു. എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഈ അഡ്രസ്സ് എടുത്തുകൊണ്ട് അടുത്തൊരു കടയിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോഴേ അവർക്ക് അത് അറിയില്ല, ഭാഷ അറിയില്ല. എനിക്കും ഭാഷ അറിഞ്ഞൂടാ. അങ്ങോട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, അവർക്കും അറിയുന്നില്ല. ഞാൻ ആകെ വിഷമിച്ച് അങ്ങ് ഇരുന്ന് വിശുദ്ധ യൂദാ തദ്ദേശിലേക്ക് എൻ്റെ ഹൃദയം ഉയർത്തി ഞാൻ വിശുദ്ധ യൂദാ തദ്ദേശിന് പ്രാർത്ഥിച്ചു. വിശുദ്ധ യൂദാ തദ്ദേശെ, ഈ അവസരത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അന്യഭാഷ, അന്യനാട്, എല്ലാം അന്യമായിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ എന്നെ എയർപോർട്ടിൽ വെച്ച് നേരത്തെ കയറുന്നതിന് മുമ്പ് കണ്ട ഒരു ആന്ധ്രാക്കാരൻ ശ്രീനിവാസ്, അദ്ദേഹം എൻ്റെ മുഖം കണ്ടിട്ട് അദ്ദേഹം എന്നോട് ചോദിക്കും, അച്ഛൻ എന്താ ഇത്ര വിഷണ്ണനായിട്ടിരിക്കുന്നത്, എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ സ്നേഹിത, ഞാനിങ്ങനെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് വന്നതാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് വന്നതാണ്. എനിക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് എയർപോർട്ടിൽ ആൾ വരാമെന്ന് പറഞ്ഞു, പക്ഷെ ആരുമില്ല. അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു, അച്ഛന് അഡ്രസ്സുണ്ടോ? ആ അഡ്രസ്സും തരിക. ഞാൻ ഉടനെ ഈ അഡ്രസ്സ് കൊടുക്കുകയാണ്. ആ അഡ്രസ്സ് അയാൾ വായിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ വരികയാണ്. ആ ഡ്രൈവറിനോട് ചോദിച്ചു, അയാളും ഒരു പോളണ്ടുകാരനാണ്. ഡ്രൈവറിനോട് ചോദിച്ചു, ഡ്രൈവർ അയാൾ പോളിഷ് ഭാഷയിൽ ഡ്രൈവറിനോട് പറഞ്ഞു, ഈ അഡ്രസ്സിലുള്ള ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൽ വായിച്ചു നോക്കിയിരുന്നു, പറ്റുമെന്ന് പറയും. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, പിന്നെ അച്ഛൻ എൻ്റെ കൂടെ വരിക, ഞാൻ കൊണ്ടുപോയാക്കാം. ഇവന് ആ സ്ഥലം അറിയാമെന്ന് പറയുന്നു. തന്നെയുമല്ല, അതിനകത്തൊരു നാവിഗേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്, അതിൽ ഫീഡ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും അച്ഛനെ കൊണ്ടുപോയാക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു മാലാഖയായിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ ഒരു മാലാഖയാണ്. ഞാൻ എത്രയും നന്ദി പറയുന്നു. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ വിശുദ്ധ യൂദായോടാണ് നന്ദി പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഈ ഹോട്ടലിലെത്തുന്നത്. അപ്പോൾ ഹോട്ടലിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിലെത്തിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോവല്ലേ, എനിക്കൊന്നുകൂടി കൺഫേം ചെയ്യാനുണ്ട്, ഒന്നുകൂടി ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചതിന് ശേഷമേ സാർ പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നു. ഞാൻ പോയി ചോദിച്ചു, ഇത് തന്നെയാണ്. അപ്പം പറഞ്ഞു, ഓ യെസ്, പാണക്കൽ, യെസ് പാണക്കൽ. ഞാൻ പറഞ്ഞു, യെസ്, ഞാനത് തന്നെയാണ്, പണക്കൽ തന്നെയാണ്. ഉടനെ പോയിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് കൊണ്ടുവന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്, വലിയ അത്ഭുതം. കാരണം എൻ്റെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അത്രമാത്രം പ്രയാസം എനിക്കുണ്ടായിരുന്നു. ഏതായാലും ഒരു മാലാഖയെ പോലെ അദ്ദേഹം എനിക്ക് വിശുദ്ധ യൂദാ തദ്ദേശ് അയച്ച ഒരു ദൂതനായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. രണ്ടാമത്തേത് ചുരുക്കി ഞാൻ പറയാം. രണ്ടാമത്തെ അനുഭവം, ഈ കഴിഞ്ഞ മാസം 4-ാം തീയതി ഞാൻ റോമിൽ വിശുദ്ധ മദർ തെരേസയുടെ കാനനൈസേഷനിൽ എത്തുകയാണ്. അഭിമന്യ ചക്കാലക്കൽ പിതാവ് എനിക്ക് നല്ലൊരു സീറ്റ്, അച്ഛന്മാരുടെ കൂട്ടത്തിൽ മുന്നിൽ സീറ്റ് എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി. മുന്നിൽ സീറ്റിൽ പോയി ഞാൻ ഇരിക്കുകയാണ്. നല്ല ചൂട്. ആ വത്തിക്കാൻ്റെ മുമ്പിലുള്ള വലിയ ഗ്രൗണ്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. വിയർത്തൊലിക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ച് നേരം വെയിൽ കൊണ്ടാൽ തലവേദന ഉണ്ടാവും. ഞാൻ 1 മണിക്കൂറിന്
പ്രോഗ്രാമിന് മുമ്പ് 1 മണിക്കൂറിന് മുമ്പേ എത്തി. അതായത് ഞാൻ 9 മണിക്ക് എത്തി. പ്രോഗ്രാം 10:30-ക്കാണ്. 1.5 മണിക്കൂറിന് മുമ്പ് ഞാൻ എത്തി. പിന്നെ ഒരു 2 മണിക്കൂറും കൂടി ഇരിക്കണം. അപ്പോൾ ഒരു 3-3.5 മണിക്കൂർ ആ വെയിലത്തിരിക്കണം. അതും പിന്നെ കറുത്ത വസ്ത്രം കൂടാതെ പിന്നെ കുർബാനക്കുപ്പായം ഇതെല്ലാം ഇടണമെങ്കിൽ ഇരിക്കുകയാണ്. ഒരു തണൽ പോലുമില്ല. ഞാൻ വിചാരിച്ചു, എൻ്റെ കർത്താവേ, ചെറുതായിട്ട് തലവേദന തുടങ്ങി. ഞാൻ ഓർത്തു, ഇന്നാകെ കഷ്ടത്തിലാവും. ഞാൻ ഉടനെ മദർ തെരേസയുടെ പ്രോഗ്രാമാണ് പോയതെങ്കിലും മദർ തെരേസയോടും പ്രാർത്ഥിച്ചു. ഉടനെ എൻ്റെ മനസ്സ് പോയത് വിശുദ്ധ യൂദാ തദ്ദേശയോട്. അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥനായ വിശുദ്ധ യൂദായെ ഇവിടെ വെച്ച് എനിക്ക് പനിയും തലവേദനയും വന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രോഗ്രാമും റദ്ദാവും. അതുകൊണ്ട് എന്നെ രക്ഷിക്കണമേ, എനിക്ക് ഈ പനിയൊന്നും വരാതെ എന്നെ കാത്തുകൊള്ളണമേ. ഇനിയും ഞാൻ 2-3 ആഴ്ചയോളം നിൽക്കേണ്ടതാണ്. 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. എൻ്റെ ഇറ്റലിയിലെ യാത്രയിൽ എന്നെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, തലവേദന തുടങ്ങി എനിക്ക് തലവേദന എവിടെ പോയി എന്നറിയില്ല. ഒരു പ്രയാസമില്ലാതെ, നല്ല ചൂടുണ്ട്, വേർത്തൊലിക്കുന്നുണ്ട്, പക്ഷേ ഒരു പ്രയാസമില്ലാതെ എനിക്ക് ആ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ സാധിച്ചു. ഒരു തലവേദനയുമില്ല, പനിയുമില്ല. പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു ചിലപ്പം ഇന്ന് പോയിട്ട് നാളെ വരുമായിരിക്കുന്നു. പിറ്റേ ദിവസം ഒന്നുമില്ലായിരുന്നു. നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ച് സുഖമായിട്ട് എൻ്റെ യാത്രയെല്ലാം നടത്തി തിരിച്ചെത്തുകയുണ്ടായത്. അപ്പം വിശുദ്ധ യൂദായോട് നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഭവം ഉണ്ടാവും. എൻ്റെ അനുഭവം അതൊക്കെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വിശുദ്ധ യൂദാ തദ്ദേശയോട് പ്രാർത്ഥിക്കുക. അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയും. കർത്താവിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുകയാണ് ഇപ്പോൾ വിശുദ്ധ യൂദാ. നിങ്ങൾ പ്രാർത്ഥിക്കുക. വിശുദ്ധ യൂദായിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കളായ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.